നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപി അംഗമാകുമെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൻഡിഎ നേതാവ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. ക്യാബിനറ്റ് പദവിയോ സഹമന്ത്രി സ്ഥാനമോ എന്നത് പിന്നീട് തീരുമാനിക്കും. കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകും. ഒഴിവ് വരുന്ന മുറയ്ക്കാണ് നൽകുക. രാജ്യസഭയിലേക്ക് പോയാലും സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ട. രണ്ട് പദവികളും ഒന്നിച്ചു കൊണ്ടുപോകാമെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 70,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. കേരളത്തിൽ ബിജെപിയുടെ ആദ്യത്തെ വിജയമാണിത്. അല്പസമയത്തിന് മുമ്പാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ എൻഡിഎ യോഗത്തിന് പങ്കെടുക്കാനെത്തിയത്. തൊട്ടു പിന്നാലെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിയാകാനുള്ള നിർദ്ദേശം ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി എംപി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അർഹതയുള്ള പ്രാധാന്യം നൽകുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ സൂചന നൽകിയിരുന്നു. ഏതായിരുന്നാലും നിർദ്ദേശം ഔദ്യോഗികമായി സുരേഷ് ഗോപിക്ക് ലഭിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. നരേന്ദ്രമോദിക്കൊപ്പം ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആവുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒരുപാട് പേർ വിളിച്ചു ഉപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ലോക്സഭാ എംപി എന്ന ഭാരം തലയിൽ എടുത്തുവെക്കുന്നില്ല. ഞാൻ മറ്റൊരു എംപി ആണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വീറും വാശിയോടെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യണം. താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധി ആകേണ്ടതില്ലെന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു. കേരളത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക. എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്നലെ ദില്ലി വിമാനത്താവളത്തിൽ മലയാളി ബിജെപി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026-ൽ കേരളത്തിൽ ബിജെപിയുടെ മുഖം ആകുമോ എന്ന ചോദ്യത്തിന് 5 വർഷത്തേക്ക് എംപി ആയിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നായിരുന്നു പുഞ്ചിരിയോടെയുള്ള സുരേഷ് ഗോപിയുടെ മറുപടി. അതിലും വലിയൊരു ഉത്തരവാദിത്തം ജനങ്ങൾ തരണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി അനുവദിക്കുമെങ്കിൽ ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബിജെപി എംപി എന്ന നിലയിൽ ദില്ലിയിലേക്ക് പോകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ ഭാരിച്ച ചുമതലയാകുമെന്നായിരുന്നു സുരേഷ് ഗോപി തൃശൂർ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 10 വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള എംപി ആകുന്നതാണ് കൂടുതൽ താല്പര്യമെന്നും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രിയാകുമെന്ന തീരുമാനം പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് സാക്ഷികളാകാൻ ലോക നേതാക്കളും എത്തും. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ് രാഷ്ട്ര നേതാക്കൾ ചടങ്ങിനെത്തും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രംസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്ക കമാൽ ഡഹാൽ പ്രചണ്ഡ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.